ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് കാർഷിക വിപണന കേന്ദ്രം ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കരിമ്പ് ഉൽപ്പാദന കേന്ദ്രത്തിൽ വെച്ച്, കടയ്ക്കാടാണ് ആ സ്ഥലം, പന്തളമാണ് മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത്. അവിടെ വെച്ച് കാർഷികേതര ഉൽപ്പന്നങ്ങൾ, കാർഷിക വിപണന മേള എന്നിവയെല്ലാം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് അവിടോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവിടെ തന്നെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്, പിന്നെ പലതരം പച്ചക്കറികൾ, ജൈവ കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കരിമ്പിൻ തോട്ടം, ആട്, കോഴി, പിന്നെ പശു വളർത്തൽ, ഇതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് പോയി കാണാം. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പന്തളം കാർഷിക മേള സമാപിച്ചു. 2026 ഫെബ്രുവരി 27-28 തീയതികളിലായിരുന്നു ഈ ഒരു മേള നടന്നത്. മേളയുടെ പ്രധാന വിവരങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ വെച്ചിട്ടായിരുന്നു, അതായത് പന്തളം കടയ്ക്കാട്. ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് വന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർജി ആയിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും, കാർഷിക ടെക്സ്റ്റ് ഫെസ്റ്റ്, കിസാൻ മേള, സെമിനാറുകൾ, മുതിർന്ന കർഷകരെയും മികച്ച കർഷകരെയും ആദരിക്കൽ, കലാസന്ധ്യ, കുടുംബസംഗമം തുടങ്ങിയ കലാപരിപാടികൾ എന്നിവയായിരുന്നു ഈ ഒരു മേളയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. KERA പദ്ധതി, കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ 2024-25 വർഷം മുതൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളാണിത്. ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് വരുത്തി വിപണിയിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ ശർക്കര നിർമ്മാണം. കടയ്ക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ശുദ്ധമായ പന്തളം ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓണകാലത്ത് ഇതിന്റെ പ്രധാന വിപണനം നടക്കുന്നുണ്ട്. പതിയൻ, ചുക്കുണ്ട എന്നീ ഇനം കരിമ്പുകളിൽ നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിനായി 458 കോടിയുടെ നവോധൻ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പന്തളത്തെ കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തെ ഒരു സംയോജിത കൃഷി പ്രദർശന കേന്ദ്രമാക്കി ഉയർത്താൻ പദ്ധതിയിടുന്നുണ്ട്. ഇവിടെ ഡയറി ഫാം, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പന്തളം ഫെസ്റ്റ് നടക്കുന്നത് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ വെച്ച് കാർഷിക പ്രദർശനവും വിപണനമേളയും നടക്കാറുണ്ട്. പരമ്പരാഗതമായ ധാന്യങ്ങൾക്കൊപ്പം പുതിയ കാലത്തെ മില്ലറ്റുകളും ഈ ഒരു മേളയ്ക്ക് വളരെ സജീവമായിരുന്നു. ഉമികളയാത്ത തവിടുള്ള അരിയിനങ്ങൾ, നെല്ല് എന്നിവയാണ് പ്രധാനം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 സീസണുകളിലായി പന്തളം മേഖലയിൽ വ്യാപകമായ രീതിയിൽ നെൽകൃഷികൾ നടന്നുപോകുന്നു. ഇനി പുതിയ ധാന്യങ്ങൾ. ആരോഗ്യ അവബോധം വർദ്ധിച്ചതോടെ റാഗി, തിന, ചാമ തുടങ്ങിയവയ്ക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. ഇവ ഉണക്കി പൊടിച്ച രൂപത്തിലും ധാന്യമായും പന്തളത്തെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു മേളയിലും ഇത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മേളയിൽ പരമ്പരാഗതവും പുതിയതുമായ വിവിധയിനം വാഴപ്പഴങ്ങൾ, പ്രത്യേകിച്ച് നേന്ത്രൻ, ഞാലിപ്പൂവൻ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാവ്, വരിക്ക, ചെമ്പരത്തി വരിക്ക, അതുപോലെ തന്നെ പല രീതിയിലുള്ള മാവുകൾ, ഇതെല്ലാം നമ്മുടെ ഈ ഒരു മേളയുടെ ഭാഗമായിരുന്നു. അതുപോലെ പുതിയ ഇനങ്ങൾ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പുലാസൻ തുടങ്ങിയവയുടെ തൈകളും ഒക്കെ ഇവിടെ പ്രദർശനത്തിന് ലഭ്യമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്ന തേനുകളാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രകൃതിദത്തമായ തേൻ ഉൽപ്പാദനത്തിന് വലിയ സാധ്യതകളുള്ള മേഖലയാണ്. വിവിധ ഇനം തേനുകൾ, കാട്ടുതേൻ, ചെറുതേൻ, വൻതേൻ എന്നിവയെല്ലാം നമ്മുടെ ഈ ഒരു പ്രദർശനത്തിൻ്റെ വലിയ ഭാഗങ്ങളായിരുന്നു. ഷീന കെ മാത്യു, റാന്നി പഴവങ്ങാടി കൃഷിഭവനിൽ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയുടെ വിള ആരോഗ്യ പരിപാലന ക്ലിനിക്കിൻ്റെ ഒരു സ്റ്റോളാണിത്. രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ചുള്ള ഡിസ്പ്ലേ, ഇതെല്ലാം നമ്മുടെ വിളകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, കീടങ്ങളുടെ പടങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്.
ടെൻഷനായി പോയോ? ഇതിൻ്റെ വലുതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ചക്കപ്പുഴുക്കൊക്കെ കഴിക്കുന്നു. ഇവിടെ ജ്യൂസുണ്ട്. ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു. അമ്മ ഒരു ജ്യൂസ് കുടിക്കുന്നു. വേണോ സാമ്പിൾ മതിയോ? ഇത് രണ്ടും മതിയോ? 190 ഉള്ളിലാ മഞ്ഞ. മഞ്ഞ വേണം. അതിൽ മഞ്ഞ ഇല്ലല്ലോ. എന്തോ ഓർക്കുന്നുണ്ടോ? ഈ തുണി നനയ്ക്കുന്ന സമയത്തായിരിക്കും അമ്മയ്ക്ക് ഇത് നമ്മുടെ കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെ വിള ആരോഗ്യ പരിപാലന കേന്ദ്രമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഞാൻ മൈക്കെടുത്തിട്ടില്ല. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് 2 മുളക് തൈയും ഒരു വഴുതനങ്ങയുടെ തൈയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വേറെ ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ തൈകളും ഒക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക്, കാച്ചിലി, ചേമ്പ്, ചേന ഇതൊക്കെ പുഴുങ്ങിയത്, പിന്നെ പഴം പുഴുങ്ങിയത്, തെരളിയപ്പം അവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേൻ പല വെറൈറ്റി തേനുകൾ അതിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അരികൾ പലതരം രക്തശാല അരി, അങ്ങനെ നുറുക്ക് അരി, അങ്ങനെ കുറേ അരികളുണ്ട്, പലതരത്തിലുള്ള അരികൾ. നെല്ല്, കുറേ പലതരം നെല്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ജ്യൂസുകളുണ്ടായിരുന്നു. കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അപ്പം നമുക്ക് മൈക്ക് കൊണ്ടുപോകാൻ പറ്റാഞ്ഞൊഴികല്ല, അവിടെ ചെന്ന് എടുക്കാനൊക്കത്തില്ല. കാരണം അപ്പുറത്ത് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും കൂടെ ശബ്ദമാകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. എന്നാലും അത്യാവശ്യം ഞാനതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. തൈകൾ വാങ്ങിക്കാൻ ഇത് കണക്കുള്ള തൈകളൊക്കെ ഇഷ്ടംപോലെ, മുന്തിരിങ്ങയുടെ കമ്പൊക്കെ വെച്ച് അതിൻ്റെ തൈ ഉണ്ടായിരുന്നു. പിന്നെ പലതരം മാങ്ങ, പിന്നെ ചക്ക, മുരിങ്ങ, വഴുതനങ്ങ, തക്കാളി, ഇങ്ങനെയൊക്കെയുള്ള കുറേ കൊച്ചു സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേനയൊക്കെ ഉണ്ടായിരുന്നു, വലിയ ചേനകളൊക്കെ ഉണ്ടായിരുന്നു.